The ground then of the cross, we are able to have this fellowship with God. അപ്പം ഈ ക്രൂശിൽ കൂടി കർത്താവ് കാണിച്ച അല്ലെ ഒരു പാപപരിഹാര യാഗം മൂലമാണ് ദൈവത്തോടൊരു ബന്ധം ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ദൈവത്തോടുള്ള ബന്ധം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് അതാണ് ഒരു മനുഷ്യന്റെ. അതില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എങ്ങോട്ടാ പോകുന്നത്? ഏറ്റവും ഭയാനകരമായ ഒരു നാശത്തിലേക്കാണ്. How is this fellowship with God cultivated? എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം സാധ്യമാകുന്നത് അല്ലെങ്കിൽ ഉളവാക്കുന്നത്? വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് ഓരോ ദിവസം എനിക്ക് ദൈവത്തോട് ബന്ധം ഉണ്ടായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. This fellowship with God is developed by a habitual practice of prayer and in a continual living in an atmosphere of prayer. നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് ദൈവത്തോടൊരു കൂട്ടായ്മ, പ്രാർത്ഥന, വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ദൈവത്തോടുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അത് ഇവിടെ ഇടയ്ക്ക് വരും, പ്രാർത്ഥന ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരോട് നമുക്ക് ഒരു കൂട്ടായ്മ, ഒരു ബന്ധം ഉണ്ടല്ലയോ? അവരോട് നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യത്തില്ലയോ? നമ്മൾ കുറേ നാള് ടൈം ഒന്നും ഒരു ബന്ധം ഇല്ലെങ്കിൽ, ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ആ കൂട്ടായ്മ? ഒരു സംസാരമില്ല, വല്ലപ്പോഴും ഒരു മാസത്തെ ഒരിക്കൽ കാണുമോ? എങ്ങനെയാണ് ആ വ്യക്തിയോടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എങ്ങനെ പിന്നെ അത് വർദ്ധിപ്പിക്കുന്നത്? അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളും ദൈവമായിട്ടുള്ള ഭാഗത്ത് പ്രാർത്ഥനയ്ക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. For example, as you visit a person and spend time with him, your fellowship with him deepens and your acquaintance become more fixed. അപ്പോൾ നമ്മൾ ഒരാളെ സന്ദർശിക്കും, നിങ്ങൾക്ക്